ഹേ ഗൈസ്, ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാഫിക് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഓപ്പൺ ജി എൽ പ്രോഗ്രാം എങ്ങനെ പൈത്തണിൽ റൺ ചെയ്യാം. പൈത്തൺ ഐഡിയലിലാണ് ഞാൻ റൺ ചെയ്യുന്നത്. എങ്ങനെ റൺ ചെയ്യാം, അതേപോലെ എങ്ങനെ ആ പ്രോഗ്രാം റൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഞാൻ എടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ലൈനും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പോളിഗൺ വരക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ മോഡ്യൂൾ. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. ഇതാണ് രണ്ട് പോയിന്റ്സ്, അതേപോലെ ഇതാണ് ഒരു പോളിഗൺ, ഇതാണ് ഒരു ലൈൻ. ഇതെങ്ങനെ ഡ്രോ ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് ഉള്ളത്. ഇമ്പോർട്ട് ഓപ്പൺ ജി എൽ. ഓപ്പൺ ജി എൽ എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ആണ്. 2D ആൻഡ് 3D ഗ്രാഫിക്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് താഴെ ഓപ്പൺ ജി എൽ .gl ഗ്ലട്ട് GLU പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് കാണാം. നമ്മൾ താഴെ യൂസ് ചെയ്യാൻ പോകുന്ന കുറേ ഫങ്ഷൻസ് ഒക്കെ GL സ്റ്റാർട്ട് ചെയ്യുന്നതും GLU സ്റ്റാർട്ട് ചെയ്യുന്നതും ഗ്ലട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പം ആ ഫങ്ഷൻസ് ഒക്കെ ഉള്ളത് ഈ ഒരു ലൈബ്രറീസിലാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. സെറ്റ് വിൻഡോ എന്നാണ് ഫംഗ്ഷന്റെ പേര്. ഓരോ ഫംഗ്ഷനും നമ്മൾ ഓപ്പൺ ജി എൽ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്നത് ഡെഫ് എന്ന് പറഞ്ഞിട്ട് ആണ്. അപ്പോൾ ഇവിടെ ഡെഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, എന്നിട്ട് നെയിം കൊടുത്തു, എന്നിട്ട് ഓപ്പണിംഗ് ക്ലോസിംഗ്, എന്നിട്ട് കോളൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ ഒരു ടാബ് വിട്ടിട്ട് മാത്രമാണ് നമ്മൾ കോഡ് എഴുതാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ എറർ വരും. ഇവിടെ ഒരു 2D ഓർത്തോഗ്രാഫിക് വ്യൂവിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഏരിയ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ റേഞ്ചിനുള്ളിലുള്ള കണ്ടന്റ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുള്ളൂ. അതിന് പുറത്തായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിപ്പ് ചെയ്ത് മാറ്റും. അപ്പം അങ്ങനെ ക്ലിപ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടും കറക്റ്റ് കണ്ടന്റ് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഇവിടെ സെറ്റ് വിൻഡോയിൽ കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. ആ ഡിസ്പ്ലേ ഡെഫ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് GL ക്ലിയർ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഉള്ളത്. ഇതെന്തിനാന്ന് വെച്ചാൽ കളർ ബഫർ ബിറ്റ് മൊത്തമായിട്ട് ക്ലിയർ ചെയ്തിട്ട് പ്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വരുന്ന ഇത്രയും ലൈൻ എന്ന് പറയുന്നത്, ഇത്രയും ലൈൻ GL ഫ്ലഷ് വരെയുള്ള ഇത്രയും ലൈൻ എന്തിനാന്ന് വെച്ചാൽ പോയിന്റ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് GL വ്യൂ പോർട്ട് എന്ന് വെച്ചാൽ എവിടെയാണ് നമുക്ക് ആ പോയിന്റ് കാണേണ്ടത്, ആ ഏത് സ്ഥലത്താണ് കാണേണ്ടത് എന്നുള്ളതാണ് GL വ്യൂ പോർട്ടിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുക. അപ്പം ഇവിടെ 0 0 200 200 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുക ലോവർ ലെഫ്റ്റ് കോർണറിലായിരിക്കും. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ പോയിന്റ്സ് കാണുന്നത് ലോവർ ലെഫ്റ്റ് കോർണറിലാണ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റ്സ് കാണേണ്ടത് അപ്പർ റൈറ്റ് കോർണറിലാണ് എങ്കിൽ നമുക്ക് മൊത്തം 200 കൊടുത്താൽ അത് അപ്പർ റൈറ്റിൽ കാണും. അതേപോലെ 200 എന്ന് മാത്രമല്ല കേട്ടോ, ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് 200 പറയുന്നത്. അതേപോലെ അപ്പർ ലെഫ്റ്റ് കോർണറിലാണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ ഫസ്റ്റ് മാത്രം 0 കൊടുക്കുക, ബാക്കി 200 കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ 200 കൊടുത്തു, എന്നിട്ട് ഫയലിൽ സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യുകയെന്ന് വിചാരിക്കാം. അപ്പൊ റൺ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? അപ്പർ ലെഫ്റ്റ് കോർണറിലാണ് കിടക്കുന്നത്. നേരത്തെ കിടന്നുകൊണ്ടിരുന്നത് ലോവർ ലെഫ്റ്റ് കോർണറിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന് ചേഞ്ച് വരുത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് GL പോയിന്റ് സൈസ് ആണ്. പോയിന്റ് സൈസ് 6 ആണ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് GL ബെഗിനിലാണ് നമ്മൾ പോയിന്റ് വരക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ GL ബെഗിന്റെ ബ്രാക്കറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് വരക്കുന്നത്, അത് GL പോയിന്റ്സ് ആണ്. അഥവാ നമ്മൾ ലൈനാ വരക്കുന്നെങ്കിൽ കണ്ടോ, ഇവിടെ കണ്ടോ GL ലൈൻസ് നമ്മൾ കൊടുക്കും. ഓക്കെ, ദെൻ GL ബെഗിനിൽ GL പോയിന്റ്സ് കൊടുത്തു, എന്നിട്ട് GL കളർ 3F. ഈ GL കളർ 3F എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ഏത് കളറാണ് ആ പോയിന്റിന് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെഡ്, പിന്നെ ഗ്രീൻ, പിന്നെ ബ്ലൂ. RGB ആയിട്ടാണ് നമ്മൾ കളേഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ 1 അല്ലെങ്കിൽ 0.1 കൊടുത്താൽ അതിനനുസരിച്ചിട്ട് കളർ മാറും. ഓക്കെ, ഏത് നമ്പർ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇവിടെ റെഡ് ഗ്രീൻ ബ്ലൂ, ഇവിടെ ഗ്രീൻ പോയിന്റിന്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഔട്ട്പുട്ടിൽ ഈ ഗ്രീൻ പോയിന്റിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അതിന്റെ വെർട്ടെക്സ്, ആ GL വെർട്ടെക്സ് ഏത് സ്ഥലത്ത് നിൽക്കണം എന്നുള്ളതാണ് ഈ 150, 200 എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അതേപോലെ GL കളർ 3F റെഡ് ഗ്രീൻ ബ്ലൂ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട് വേറൊരു പോയിന്റ് കൊടുക്കുവാണ്. ആ പോയിന്റ് എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ് GL വെർട്ടെക്സ് 2i കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് 2F വേണമെങ്കിലും കൊടുക്കാം. അന്നേരം 1 പോയിന്റ് സംതിങ് വാല്യൂലായിരിക്കും, 0 സംതിങ് വാല്യൂലായിരിക്കും ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ GL ബെഗിൻ GL പോയിന്റ്സ് കൊടുത്തു. അപ്പൊ എന്തായാലും നമ്മൾ GL എൻഡ് ചെയ്യണം. GL എൻഡ് ചെയ്തു. അതേപോലെ GL ഫ്ലഷ് ചെയ്തു. GL ഫ്ലഷിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ ഇത് ഫോഴ്സസ് ആയിട്ട് പെൻഡിങ് ഉള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GL ഫ്ലഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് GL വ്യൂ പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈൻസിന്റെ കേസാണ്. അപ്പോൾ ലൈൻസിന്റെ കേസിൽ വ്യൂ പോർട്ട് കൊടുത്തു, നമ്മളൊരു ഡിഫോൾട്ട് വ്യൂ പോർട്ട് കൊടുത്തു. അതേപോലെ തന്നെ കളർ എന്ന് പറയുന്നത് മൊത്തം 0 ആണ് കൊടുത്തേക്കുന്നത്. മൊത്തം 0 കൊടുത്ത് അതിന്റെ അർത്ഥം അത് ബ്ലാക്ക് കളറിലാണ് വരേണ്ടത് എന്നാണ്. എന്നിട്ട് GL ബെഗിനിൽ GL ലൈൻസ് കൊടുത്തു. ഓക്കെ, ദെൻ GL വെർട്ടെക്സ്, രണ്ട് പോയിന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 2 പോയിന്റ് ഇവിടെ കൊടുത്തു. ആ പോയിന്റ് തമ്മിലുള്ള ലൈനാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പൊ അത് ആ സ്ഥലമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ഫിഗറില് നമ്മുടെ ബ്ലാക്ക് കളറാണ് ഈ ലൈന് വരച്ചേക്കുന്നത്. അതേപോലെ ഇതാണ് 400, 100 എന്നുള്ള സ്ഥലം, 400, 100 എന്നുള്ള സ്ഥലം ഇതും, അതേപോലെ 900, 600 എന്നുള്ള സ്ഥലം ഇതും ആണ്. ഓക്കെ, അങ്ങനെ ആ 2 പോയിന്റ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ആ പോയിന്റ് കൊടുത്തതിന് ശേഷം GL ബെഗിൻ്റെ അകത്ത് GL ലൈൻസ് കൊടുത്താൽ അവിടെ ലൈനാണ് ഡ്രോ ചെയ്യുക. ഓക്കെ, അതിനുശേഷം GL വ്യൂ പോർട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് GL പോളിഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു വ്യൂ പോർട്ട് നമ്മൾ കൊടുത്തു. കളർ എന്ന് പറയുന്നത് റെഡ് ആണ് നമ്മൾ കൊടുത്തത്. അതേപോലെ GL ബെഗിനിൽ GL പോളിഗൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ 4 വെർട്ടെക്സ് ആണ് വരക്കുന്നത്. 4 വെർട്ടെക്സ് എന്തുകൊണ്ടാണ് വരച്ചത്? കാരണം നമുക്ക് ഒരു പോളിഗൺ, നമ്മളൊരു ചതുരമാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പോയിന്റ് വേണം. അപ്പൊ ആ 4 പോയിന്റ് എന്തിനാ? ഈ 4 എണ്ണത്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ പോയിന്റ് എന്ന് പറയുന്നത് 0, 0യും, ഈ പോയിന്റ് എന്ന് പറയുന്നത് 300, 0യും, ഈ പോയിന്റ് എന്ന് പറയുന്നത് 400, 200ഉം, ഈ പോയിന്റ് എന്ന് പറയുന്നത് 100, 200ഉം ആണ്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഈ പോയിന്റ്സിന്റെ ഒക്കെ പിന്നെ സ്ഥലം നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, ദെൻ ഡെഫ് മൈ ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്. അതിനകത്ത് എല്ലാ കളറും ക്ലിയർ ചെയ്യുവാണ്. അതേപോലെ അതിന്റെ പോയിന്റ് സൈസ് 3 കൊടുത്തു. എന്നിട്ട് അടുത്ത പാർട്ടാണ് നമ്മുടെ ഫംഗ്ഷൻസിനെയൊക്കെ കോൾ ചെയ്യുന്ന പാർട്ട്. ഈ പാർട്ടാണ് നമ്മുടെ ഫംഗ്ഷൻസിനെയൊക്കെ കോൾ ചെയ്യുന്ന പാർട്ട്. അപ്പം ഗ്ലട്ട് ഇനിറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസ്, ഈ ഗ്ലട്ട് ലൈബ്രറിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലട്ട് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലട്ട് ഇനിറ്റ് ഡിസ്പ്ലേ മോഡ്, ഗ്ലട്ട് സിംഗിൾ, ഗ്ലട്ട് RGB. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്ന മോഡ് സിംഗിൾ മോഡാണോ അല്ലെങ്കിൽ ഡബിൾ മോഡാണോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഈ ഗ്ലട്ട് സിംഗിള്. അതേപോലെ ഗ്ലട്ട് RGB എന്ന് പറയുന്നത് ബിറ്റ് മാസ്ക് സെലക്ട് RGB മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനീഷ്യൽ ഡിസ്പ്ലേ മോഡ് അത് എങ്ങനെ ഇരിക്കണം എന്നാണ് ഈ ഗ്ലട്ട് ഇനിറ്റ് ഡിസ്പ്ലേ മോഡിൽ പറഞ്ഞു കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലട്ട് ഇനിറ്റ് വിൻഡോ സൈസ് ആണ്. നമ്മുടെ വിൻഡോ സൈസ് എത്രയായിരിക്കണം? നമുക്കിപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 500, 500 ആണ്. ഇത് നമുക്ക് 600, 600 കൊടുത്താൽ ഇതിനേക്കാളും നമുക്ക് വലുതായിട്ട് കാണാൻ വേണ്ടി പറ്റും. കൊടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നേരത്തേക്കാളും കുറച്ചുകൂടെ വലുതാണ്, കുറച്ച് പാർട്ട് കാണുന്നില്ല. അപ്പൊ അത്രയും വലുതായിട്ടാണ് ഉള്ളത്. ഓക്കെ, ദെൻ ഗ്ലട്ട് ഇനിറ്റ് വിൻഡോ പൊസിഷൻ. വിൻഡോ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോ വരേണ്ടത് എന്നുള്ളതാണ് ഈ ഗ്ലട്ട് ഇനിറ്റ് വിൻഡോ പൊസിഷൻ കൊടുത്തേക്കുന്നത്. നമ്മൾ ഇപ്പൊ എപ്പോൾ റൺ ചെയ്താലും ഈ ഒരു സ്ഥലത്തല്ലേ നമ്മുടെ വിൻഡോ വരുന്നത്. അപ്പം ഇത് മാറ്റി മാറ്റി പല സ്ഥലത്തും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഗ്ലട്ട് വിൻഡോ പൊസിഷൻ. പിന്നെ ഉള്ളത് ഗ്ലട്ട് ക്രിയേറ്റ് വിൻഡോ ഓഫ് ലൈൻ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ടിൽ
ഇവിടെ കൊടുത്തേക്കുന്ന പേരില്ലേ, ഈ കൊടുത്തേക്കുന്ന പേര് ലൈൻ എന്നല്ലേ. അപ്പൊ ഇവിടെ എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ പേരാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഗ്ലട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ ഓഫ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. ഡിസ്പ്ലേ ഫംഗ്ഷൻ, ഈ ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് മൈ ഇനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതേപോലെ സെറ്റ് വിൻഡോ എന്നുള്ളത് നമ്മൾ ആദ്യം കൊടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഗ്ലട്ട് മെയിൻ ലൂപ്പിനെ കോൾ ചെയ്യുന്നു. ഓക്കെ. ഇത്രയുമാണ് ഒരു പിന്നെ ഒരു പോളിഗണും ഒരു ലൈനും പിന്നെ അതേപോലെ പോയിന്റ്സിനെയും ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിനെ റൺ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ. താങ്ക് യു.